അതിശക്തമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനവിധി തേടുന്നു. CPIM കോട്ടകളിൽ വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഉയർത്തിയ വിമത വെല്ലുവിളി ഇടതുമുന്നണിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഫണ്ട് വിവാദം, സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയും വോട്ടായി മാറുമോ എന്ന ആശങ്കയ്ക്കിടെ അട്ടിമറി വിജയ പ്രതീക്ഷയിലാണ് UDFും NDAയും ഉള്ളത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, UDFിന്റെ പക്കലുള്ളത് ആകെ ഒരു പേരാവൂറും ഇരിക്കൂറുമാണ്. ഇത്തവണ സണ്ണി ജോസഫ് തന്നെ KK ശൈലജ ടീച്ചറുമായി വലിയ മത്സരം നേരിടുന്നുണ്ട്. തളിപ്പറമ്പും പയ്യന്നൂരും എന്ത് സംഭവിക്കും എന്നുള്ളത് വലിയ ആകാംക്ഷയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കണ്ണൂർ മണ്ഡലങ്ങളിൽ എന്താണ് സാധ്യത? കണ്ണൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത ചില ട്വിസ്റ്റുകളാണ് ഇത്തവണ സംഭവിച്ചത്. അത് വോട്ടെണ്ണി തീരുന്നതുവരെ നിലനിൽക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആകെയുള്ളത് 11 സീറ്റുകൾ. അതിൽ 9 സീറ്റ് LDFന്, 2 സീറ്റ് UDFന്. ഇതാണ് 2021 കണക്ക്. 2 സീറ്റിൽ നിന്ന് 4 സീറ്റുകളിലേക്ക് ഇത്തവണ ഉയർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. അത് കണ്ണൂരും അഴീക്കോടുമാണ്. അതേസമയം തന്നെ കൂത്തുപറമ്പും അവർ ചെറിയ ഒരു പ്രതീക്ഷ വച്ചു പുലർത്തുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റ് 2 മണ്ഡലങ്ങൾ പയ്യന്നൂരും തളിപ്പറമ്പുമാണ്. ഇവിടെ 2 ഇടങ്ങളിലും CPMനോട് പിണങ്ങി പുറത്തു വന്ന മുതിർന്ന 2 നേതാക്കളാണ് UDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. അപ്പോൾ വളരെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന 2 മണ്ഡലങ്ങളായി പയ്യന്നൂരും തളിപ്പറമ്പും മാറുകയാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട വസ്തുതയായി അവിടെ നിലനിൽക്കുന്നു. അതേസമയം LDFിന്റെ കണക്കിലേക്ക് വരികയാണെങ്കിൽ ഇത്തവണ വലിയ തിരിച്ചടി നേരിടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അത് LDFിനെ സംബന്ധിച്ചുമുണ്ട്. ഒരുപക്ഷെ വോട്ടുകളുടെ എണ്ണം കുറഞ്ഞേക്കാം, പക്ഷേ സീറ്റുകൾ കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തില്ല എന്നുള്ളത് തന്നെയാണ് LDFിനെ സംബന്ധിച്ച് ഇപ്പോഴും അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ കണ്ണൂർ കോട്ട CPMന്റെ കോട്ട ഇത്തവണ ഇളകുമോ, UDFിന് അനുകൂലമായി വിധി എഴുതുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്.